The next topic is matrices. Already we have covered the topic matrices. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ റോസും കോളംസും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള അതിന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിന് കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുന്നത് മെട്രിസസ് എന്നുള്ള ടോപ്പിക്കിനകത്ത്. So matrices is a rectangular arrangement of numbers in rows and columns. റോസും കോളംസും ഉള്ളൊരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഹൊറിസോണ്ടലി റോസും വെർട്ടിക്കലി കോളംസും ആയിരിക്കും റൺ ചെയ്യുന്നത്. നമുക്കൊരു മെട്രിക്സ് ആർ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മെട്രിക്സ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് the arguments to this matrix are the set of elements in the vector. നമ്മൾ മെട്രിക്സിനകത്തോട്ട് പാസ് ചെയ്യുന്നത് വെക്റ്റർ വാല്യൂസ് തന്നെയാണ്. വെക്റ്റർ ഫോമിലാണ് നമ്മൾ മെട്രിക്സിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മെട്രിക്സിലേക്ക് പാസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ മെട്രിക്സിന്റെ പേര് എ. നമ്മൾ മെട്രിക്സ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മെട്രിക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്യുന്നു. അതിനകത്തോട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് വെക്ടർ ആയിട്ട് പാസ് ചെയ്യാം. എന്നിട്ട് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്, അതെങ്ങനെ എൻറ്റർ ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പം എങ്ങനെ എൻറ്റർ ചെയ്യണം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, അത് ഓട്ടോമാറ്റിക്കലി കോളം വൈസ് ആയിരിക്കും ഡാറ്റ എൻറ്റർ ചെയ്ത് പോകുന്നത്. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ നോക്കാം. നമ്മൾ മെട്രിക്സ് എന്ന ഫംഗ്ഷൻ പറയുന്നു. ദെൻ നമ്മൾ ആ വെക്ടർ പാസ് ചെയ്ത് കൊടുക്കുന്നു. അതായത് വെക്ടർ വൈസ് ആണ് നമ്മൾ എത്ര വാല്യൂസ് വേണം എന്നുള്ള പാസ് ചെയ്യുന്നത്. നമുക്കിപ്പോ നമുക്ക് 1 to 9 എലമെന്റ്സ് നമ്മൾ പാസ് ചെയ്തു. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 9 എലമെന്റ്സ് ആയിരിക്കില്ല വരുന്നത്. സോ ആ 9 എലമെന്റ് നമ്മൾ പാസ് ചെയ്തു. 3 റോ ഉണ്ടെന്ന് പറയും. സോ n റോ ഈക്വൽ ടു 3. അങ്ങനെയാണ് നമ്മൾ റോസ് എത്ര ഉണ്ടെന്ന് പറയുന്നത്, കോളംസ് എത്ര ഉണ്ടെന്ന് പറയുന്നത്. n കോൾ ഈസ് ഈക്വൽ ടു 3. എന്നിട്ട് ബൈ റോ ഈക്വൽ ടു 2. ബൈ റോ ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ, ഈ ബൈ റോ ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യുന്നത് 1 2 3 4 5 6 7 8 റോ വൈസ് ആയിരിക്കും എലമെന്റ്സ് എൻ്റർ ആവുക. ഇനി നമ്മൾ ഇത് കൊടുത്തില്ല എന്ന് വെച്ചോ, അതായത് ഞാനിപ്പോ ഈ ബൈ റോ ഈക്വൽ ടു എന്നുള്ള ഞാൻ മാറ്റുവാണ്. ബൈ റോ ഈക്വൽ ടു ഞാൻ കൊടുത്തില്ല. ഇപ്പൊ ഇത് ഡിഫോൾട്ട് ആണ്. ഡിഫോൾട്ട് ആയിട്ട് വരുമ്പോൾ നമ്മുടെ മെട്രിക്സ് മാറുന്നത് ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ദെൻ 4 5 6 7 8 9 ഇങ്ങനെയായിരിക്കും വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി റോ വൈസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ബൈ റോ ഈക്വൽ ടു 2 മാത്രം കൊടുത്താൽ മതി. സോ നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് റോയ്ക്കും കോളംസിന് നെയിം കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോ നെയിംസ് ഓഫ് മെട്രിക്സ്, മെട്രിക്സിന്റെ പേര് എ ആണ്. സോ റോ നെയിംസ് ഓഫ് എ എന്ന് പറയുന്നത് എ ബി സി. സോ എന്ത് വരും, റോയുടെ പേര് എ ബി സി ഇങ്ങനെ വരും. ഇനി കോളം നെയിംസിന് കൊടുക്കുമ്പോൾ കോളം നെയിംസ് ഉണ്ട്, ഇതുപോലെ സി ഡി ഇ എന്ന് വരും. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുവാണ് 3x3 ഈ സാധനം, അതായത് ഈ ലൈൻ നമുക്ക് ഈ 3x3 മെട്രിക്സ് എന്ന് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺകാറ്റനേഷൻ ഫംഗ്ഷൻ CAT യൂസ് ചെയ്തേക്കുന്നത് 3x3 മെട്രിക്സ്. എന്നിട്ട് നമ്മൾ എ മെട്രിക്സ് പ്രിന്റ് ചെയ്യിക്കുകയാണ്. പ്രിന്റ് എ എന്ന് വരുമ്പോൾ വരുന്നതാണ് ഈ ഒരു മെട്രിക്സ്. ഓക്കെ. ഇനി മെട്രിക്സ് ക്രിയേഷനിലെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ് പറയുന്നത്. ക്രിയേറ്റിംഗ് സ്പെഷ്യൽ മെട്രിക്സസ്. അതായത് നമ്മൾ യൂഷ്വലി നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ 1 to 9 നമ്പേഴ്സ് കൊടുത്തു, റോസ് 3 ആണെന്ന് പറഞ്ഞു കൊടുത്തു, കോളംസ് 3 ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഈ രീതിയിൽ നമുക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അല്ലാത്ത കേസുകളിൽ റിപ്പീറ്റഡ് വാല്യൂസ് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ടിന്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്കൊരു 5 മാത്രം 3x3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു കോഡ് മാത്രം യൂസ് ചെയ്താൽ മതി. That is print matrix 5,3,3. പ്രിന്റ് ചെയ്യുക എന്ത്, മെട്രിക്സ്. മെട്രിക്സ് ഏതാണ്, മെട്രിക്സിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. 3 റോയും കോളംസ്. നോക്കി ഔട്ട്പുട്ട് വന്നതുണ്ടോ, സംഭവം മനസ്സിലായോ? അതായത് നമുക്ക് മെട്രിക്സ് ഹാവിംഗ് 3 rows and 3 columns filled by a single constant 5. നമുക്ക് ഒരൊറ്റ ലൈനിൽ നമുക്ക് ആ പ്രോഗ്രാം എഴുതാം. ഇനി നമുക്ക് റോസിനും കോളംസിനും നെയിം കാര്യങ്ങൾ കൊടുക്കണം. അത് നമുക്ക്
യൂസ് കോളം നെയിംസ് റോ നെയിംസ് എന്ന് പറഞ്ഞ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ. ഫ്രണ്ട് ഫംഗ്ഷൻ കൊടുക്കാം, മെട്രിക്സിന്റെ പേര് കൊടുക്കുക, സോറി മെട്രിക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക 533. ദാറ്റ്സ് ഓൾ. ഓക്കെ. നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും 0 ആയിരിക്കും. സോ അതിന് സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, DIAG എന്ന് പറഞ്ഞ് കൊടുക്കുക. ദെൻ അതിനകത്ത് 3 പാരാമീറ്റേഴ്സ് ആണ്, K, M ആൻഡ് N. KM എന്നിങ്ങനെ 3 പാരാമീറ്റേഴ്സ് വരുന്നവരാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം K കൊടുക്കുന്നു, ദെൻ നമ്പർ ഓഫ് റോസ് കൊടുക്കുന്നു, നമ്പർ ഓഫ് കോളംസ് കൊടുക്കുന്നു. തൊട്ട് മുമ്പേ 5 എന്ന നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മെട്രിക്സ് പ്രിന്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൊടുക്കുന്ന ഡയഗണൽ എലമെന്റ്സ് അവിടെ നമ്മൾ 5 അല്ലേ കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം നമ്മൾ കൊടുക്കണം. അത് നമുക്കൊരു വെക്ടർ ആയിട്ട് കൊടുക്കാം. ആ വെക്ടർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് CO533. നിങ്ങൾ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് ആദ്യത്തത് 5, രണ്ടാമത്തെ 3, മൂന്നാമത്തതും 3 ആയിട്ടാണ് ഡയഗണലി വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പാസ് ചെയ്ത്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക എന്ത് ഡയഗണൽ മെട്രിക്സ്. സോ DIAG എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് വരേണ്ട വാല്യൂസിനെ നമ്മളൊരു C ഫംഗ്ഷൻ അല്ലെ കമ്പൈൻ ഫംഗ്ഷൻ വെച്ച് കൊടുക്കുന്നു. നമ്മുടെ ഡയഗണൽ എലമെന്റ്സിനകത്ത് വന്നിരിക്കുന്നത് 5, 3, 3 ആണ്. അത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ മെട്രിക്സിന് എത്ര റോ ഉണ്ടെന്ന് പറയുന്നു, എത്ര കോളം ഉണ്ടെന്ന് പറയുന്നു. ആദ്യം റോ ദെൻ കോളം, ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഡയഗണൽ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡയഗണൽ എലമെന്റ്സിന് തന്നെ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കും. അപ്പൊ നേരത്തെ ഡയഗണൽ എലമെന്റ്സിനകത്ത് നമ്മൾ C ഫംഗ്ഷൻ യൂസ് ചെയ്ത് 533 എന്ന് കൊടുത്തു. അതിന് പോലെ ഇവിടെ എന്ത് മാത്രം കൊടുത്താൽ മതി, 1 മാത്രം കൊടുത്താൽ മതി അല്ലെ. നോക്കിയേ, ഇവിടെ സെയിം സിൻടാക്സ് ആണ്, വ്യത്യാസം എന്താണ്, കെയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പ്രിന്റ് DIAG 133. 1 എന്ന് പറയുന്നത് അതിനകത്ത് വരാൻ പോണ എലമെന്റ്സ് എല്ലാം സെയിം എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് 1 എന്ന് കൊടുക്കുക. ഐഡന്റിറ്റി മെട്രിക്സിനകത്ത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണല്ലോ. സോ 1 കൊടുക്കുന്നു. ദെൻ 3 റോയെ കോളം. ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും വരിക, 1 1 1 എന്ന് ഡയഗണലി വരും.